to my dearest Malayaliകൾ. ഇന്ന് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള കമലനാഥിനുള്ള വീടുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് അത്ര സന്തോഷമാണ്. This place really makes happy because I have a lot of nostalgia, lot of friends who are alive. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. വർഷമായിട്ട് എനിക്കിങ്ങനെ ഒരു വാക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വില എനിക്കറിയാം. ഒരു താര ആരാധന എന്ന് പറഞ്ഞുള്ളൊരു സംഭവം വേറെ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടും. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. താരത്തിനെ അല്ല, അവരുടെ ടാലന്റിനെയാണ് ശരിക്കും ആരാധിക്കുന്നത്. தமிழ் தெரியும். ஸோ நான் தமிழ்லேயே கொஞ்சம் பேசுகிறேன். இங்கே உங்களுக்கு எல்லாருக்கும் தெரியும் எவ்வளோ we love your cinema, how much we respect Malayalam cinema. കമൽ സാർ, ജോജു സാറിനെ പറ്റി പറഞ്ഞ വാക്കുകൾ കേട്ടതാണ്. ജോയിനിങ് അബ്രാമി സ്വന്തം തട്ടകത്തിലേക്ക് വന്നുവെന്ന് പറയാം. ട്രിവാൻഡ്രത്തിന്റെ സ്വന്തം ആളാണ്. The color has changed, the light has changed. To Krishna, to Trivandrum country, Kerala promotions at Trivandrum. This is the legend on the walk at Trivandrum, one of his favorite places. Veervali Nayagan is here at the capital of Kerala, Trivandrum. ഒരു സിനിമ പാഷനേറ്റ് ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോ ഏറ്റവും കൂടുതൽ കണ്ടു പഠിക്കാവുന്ന സിനിമകൾ ചെയ്യും. ഒരു സിനിമയിൽ സ്ഥിരം ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷെ എപ്പോ കാണും ജോജുവിനെ വേദിയിലേക്ക് അടുത്തൊരാളെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൃഷ്ണൻ once again back to life. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കും. Ladies and gentlemen, a huge round of applause to welcome the living legend, the iconic, the maverick, Dr. Padma Kamal Haasan sir. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു മുഹൂർത്തമായി ഞാൻ കാണുകയാണ്. ഞാൻ വളരെ ചെറുപ്പം 40 കൊല്ലം മുമ്പേ മദ്രാസിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് വളർന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടേസ്റ്റ്, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ എടുത്തു പറയുന്നതാണ്. കാരണം പുതിയൊരു തലമുറയ്ക്ക് ഏറ്റവും ഒരു മഹത്തായ ഒരു ഉദാഹരണമാണ് അദ്ദേഹം. എൻ്റെ ജന്മനാടായ തിരുവനന്തപുരത്തിലേക്ക് തിരിച്ച് എത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതെ, ഡെഫിനറ്റ്ലി ട്രിവാൻഡ്രമിന് ഒരു കയ്യടി കൊടുക്കാം. എൻ്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ പിച്ച വെച്ച് തുടങ്ങിയത് ഇവിടെയാണ്. ടി വിയിൽ നിന്നും തുടങ്ങി മലയാള സിനിമ, പിന്നെ തമിഴ്, കന്നഡ, തെലുങ്ക്, അങ്ങനെ നിരവധി സിനിമകളിൽ എത്താൻ കഴിഞ്ഞത് എനിക്ക് കേരളം തന്ന സപ്പോർട്ടാണ്. സോ കേരളത്തിൽ നിന്ന് ഞാൻ ആദ്യ പാഠങ്ങൾ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് അഭിരാമിയായിട്ട് ഞാനിവിടെ നിൽക്കില്ല. സോ ആ ഒരു കടപ്പാട് എനിക്ക് എന്നും കേരളത്തിനോടുണ്ട്. കിടില, അടിപൊളി, അത് തന്നെ. സോ എല്ലാവരും ജൂൺ 5 പോയിട്ട് തിയേറ്ററിൽ തന്നെ തഗ് ലൈഫ് എന്ന സിനിമ കാണുക. ഒരു ആക്ടറിന് എവിടെ പോയാലും ഒരു താര ആരാധന എന്ന് പറഞ്ഞുള്ളൊരു സംഭവം വേറെ സ്റ്റേറ്റ്സിലൊക്കെ കിട്ടും. പക്ഷെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. താരത്തിനെ അല്ല, അവരുടെ ടാലന്റിനെയാണ് ശരിക്കും ആരാധിക്കുന്നത്. സോ മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിച്ച ഒരാള് ശരിക്കും അവര് ജയിച്ചു എന്ന് തന്നെ പറയാം. സോ ഇതുവരെ എനിക്ക് കിട്ടിയ സ്നേഹത്തിന് വളരെയധികം നന്ദി. സിനിമയിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനിലെ ഫോട്ടോ ആണ്. അതിലും എന്താ പറയാ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ലാത്ത ഒരു ഇതാണ്. പറഞ്ഞ് തന്നെ പറയേണ്ടത്. ഒരുപാട് സ്നേഹം കമൽ സാറിനോടും സാറിനോടും ടീമിനോടും എല്ലാവരോടും. താങ്ക് യു. Again, and thank you, Gopal sir. Good to meet you again after PS. And as
இங்க எல்லாருக்கும் ஐ திங்க் எல்லாருக்கும் தமிழ் தெரியும். ஸோ நான் தமிழ்லேயே கொஞ்சம் பேசுகிறேன். இங்கே உங்களுக்கு எல்லாருக்கும் தெரியும் எவ்வளோ we love your cinema, how much we respect Malayalam cinema. It's one of the reasons why எல்லா வருஷமும் நான் ஒரே ஒரு மலையாளம் படம் எப்படியாவது ட்ரை பண்ணுவேன் to do it. And in turn you have welcomed us always with open arms. இங்க நீங்க நம்ம படங்களை பார்க்குறீங்க, ரசிக்கிறீங்க, செரிஷ் பண்றீங்க. And I hope that Thug Life is one such film. So good to see you all again. Thank you. എല്ലാവർക്കും നമസ്കാരം. ഗോപാലൻ വി സ്റ്റാർട്ടഡ് ആസ് ജിം മേറ്റ്സ്. ഞങ്ങൾ തുടങ്ങിയത് ഈ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത് ജിമ്മിലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ സിനിമ മേറ്റ്സ് ആവും. വേറെ വേറെ ബിസിനസ്സിലായിരുന്നു ഞങ്ങൾ. ഇന്ന് അവിടെയും കണ്ടുമുട്ടി എന്നുള്ളത് സന്തോഷം എനിക്കുണ്ട്. He is a strong support for Gopalan sir and to us also. ജോജു ഇനി ഒന്നും പറയില്ല ഞാൻ ജോജുവിനെ പറ്റി. വളരെ മ്യൂസിക് ഓഡിയോ റിലീസിൽ ഞാൻ നല്ല കാര്യമാണ് പറഞ്ഞത്. പുള്ളി കറന്നുപോയി. സത്യമാണ് ഞാൻ പറഞ്ഞത്. ഭാഷ മനസ്സിലാകാത്തവരെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ അറിയാമെന്ന് ഞാൻ നല്ല പറഞ്ഞു. ഞാൻ അടുത്ത ഫംഗ്ഷനിൽ പറയണമെന്ന് വെച്ചൊരു കാര്യമാണ്. ഈ ഇന്നെ മെന്റലി ക്യൂറായ പോലത്തെ ഒരു അവസ്ഥയാണ്. മെന്റലി ക്യൂർ അറിയാം. ഞാൻ ഇത്ര വർഷമായിട്ട് എനിക്കിങ്ങനെ ഒരു വാക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ വില എനിക്കറിയാം. പടം കണ്ടാൽ ഞാൻ പറയുന്നത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു റീഇറ്ററേറ്റ് ദ ഫാക്ട് ദാറ്റ് ഈസ് എ ഗുഡ് ആക്ടർ. ഈ പടം കാണാൻ ഈ തിരുവനന്തപുരത്തുകാരിയെ ഞാൻ ആദ്യം കാണുന്നത് ഞങ്ങളുടെ പഴയ മുതലാളി സുബ്രഹ്മണ്യ മുതലാളിയുടെ ന്യൂ തിയേറ്ററിൽ വെച്ചാണ്. തെന്നാലി പത്തനാഭാദ്യം അത് ന്യൂ തിയേറ്റർ അദ്ദേഹത്തിൻ്റെയാണ്. ഞാൻ അവിടെ I was working as a low-level technician in Maryland studio. So after that, I am connected to that family also. So I saw her, Jairam introduced me, and I think we were just out of college. പിന്നെ ഞാൻ അന്നലക്ഷ്മി എന്നൊരു പത്രം എഴുതിയപ്പോൾ എനിക്ക് ആ കുട്ടി ഓർമ്മ വന്നു. So that's how she became Annalakshmi. Now everybody calls her Annalakshmi. She named herself Abhirami after my film. After her, after Nirmani, I'm happy that her name has changed to Annalakshmi. Both are names that are dear to me. And she has that. And this lady here, I've already said in the audio launch, she doesn't have a chip on her shoulder, which is very good. I'm not talking about the lady I met 10 years back, 15 years back, or 20 years back. After she became the star she is now, I didn't meet the star at all. I'm yet to meet the star. One day I will meet her, I hope, because he's going to keep growing. And that day, probably I'll say hello to the star. I know only Trisha, the lady. And now, to my dearest Malayali. ഇത് ഞാൻ എവിടെ തിരുവനന്തപുരത്ത് കൊച്ചിയിൽ വരുമ്പോൾ മാത്രം പറയുന്ന വാക്കുകളല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴേക്കും മനസ്സിലായി കാണും. So this is my true emotion. ഇന്ന് the Chief Minister of Kerala said, കമലഹാസനിവിടെ വീടുണ്ട് എന്ന് പറഞ്ഞത് എനിക്ക് അത്ര സന്തോഷമാണ്. This place really makes happy to have a lot of nostalgia, lot of friends who are alive and dead. But I consider them my pathfinders, my co-passengers in a journey I've taken. It's a long journey, and I've met so many good people. I'm very thankful for Kerala
will always be. ഒരിക്കൽ 20-25 കൊല്ലം മുമ്പ് I got very angry with Malayalam cinema and said certain comments. അതിന് ഇന്ന് മലയാളം സിനിമ തന്നെ എനിക്ക് ഉത്തരന്നു. They have become something national and international. എനിക്ക് ഇവിടെ എത്താൻ മലയാള ചിത്രങ്ങൾ എന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ദേഷ്യം കണ്ട് ആ വാക്കുകൾ പറഞ്ഞു പോയത്. മാപ്പ് ചോദിക്കില്ല. Because I said it out of love. So I thank you for the support. I hope this thug, like, will also get the same love from me. June 5th. Thank you. Take care of the thug. Thank you so much, sir. ഒരു നല്ല കയ്യടി from the core of Trivandrum to the Honorable. This protest happening in Karnataka, and Kannada Rakshana Vedike has said that if you don't apologize, there will be boycotting the movie Thug Life. Your reaction to that? What can we expect from you as a member of Parliament? Can you answer in Malayalam? The backs of the industry in the picture of the Kannada and the second. This one. Do Diwana Jamal with Devanand sir and Kamal sir.